അപ്പോൾ മക്കളെ, മിസ് ഇന്ന് വന്നിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ നമ്മൾ നന്നായിട്ട് ഒരു ഇംഗ്ലീഷ് പേപ്പർ എഴുതണമെന്ന് പഠിപ്പിക്കാനാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൻ്റെ എക്സാം പേപ്പർ എഴുതേണ്ടതെന്ന് നോക്കിക്കോളൂ. നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. നിങ്ങൾക്ക് ഞാനൊരു എന്ത് തന്നു, ഒരു പാസേജ് തന്നു എന്ന് വിചാരിക്കുക. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടു. അപ്പം ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ഇങ്ങനെ എഴുതിയിട്ട് നമ്മൾ സെക്ഷൻ ഏതാണെന്നുള്ളത് വൃത്തിയായിട്ട് എഴുതണം. ഓക്കെ, സെക്ഷൻ ഇത് മിസ് വൃത്തിയായിട്ടൊന്നുമല്ല എഴുതുന്നത്, മിസ് ഇങ്ങനെ കൈകൊണ്ട് എഴുതുന്നതുകൊണ്ടാണ്. ഓക്കെ, സെക്ഷൻ എ ആണെങ്കിൽ സെക്ഷൻ എ ഇടുക, എന്നിട്ടൊരു നല്ല അണ്ടർലൈൻ വരയ്ക്കുക. എന്നിട്ട് എങ്ങനെയാണോ ചോദ്യങ്ങൾ തരുന്നത്, അപ്പം ഒന്നാമത്തെ ചോദ്യമാണ് 1 എന്ന് വളരെ ക്ലിയർ ആയിട്ട് എഴുതുക. ഓക്കെ, മനസ്സിലായല്ലോ? 1 വളരെ ക്ലിയർ ആയിട്ട് എഴുതുക, എന്നിട്ട് ഉത്തരം ഇവിടെ എഴുതുക. 2 വളരെ ക്ലിയർ ആയിട്ട് എഴുതുക, എന്നിട്ട് ഉത്തരം ഇവിടെ എഴുതുക. വളരെ ക്ലിയർ ആയിരിക്കണം കേട്ടോ. ചുമ്മാ 2 തോന്നുന്ന പോലെ എഴുതരുത്. എല്ലാ അക്ഷരങ്ങളും എല്ലാ നമ്പറുകളും വളരെ ക്ലിയർ ആയിട്ട് ക്ലാരിഫൈ ചെയ്ത് എഴുതാനായിട്ട് ശ്രമിക്കുക. അപ്പം പിന്നെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് റൂൾഡ് ബുക്ക് അല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ലൈനിനുള്ള ഗ്യാപ്പ് ഇമാജിൻ ചെയ്ത് ഇടുക. അത് ഇമാജിൻ ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അടുത്ത ആൻസർ എഴുതണം. അപ്പോൾ ഓരോ ആൻസേഴ്സും തമ്മിൽ ഒരു ലൈൻ്റെ ഗ്യാപ്പെങ്കിലും വിടാനായിട്ട് ശ്രമിക്കുക. പിന്നെയുള്ള കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നല്ല കൈയക്ഷരം. ഭയങ്കര എന്താണ് ഐറ്റലിക്സും അല്ലെങ്കിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാൻഡ് റൈറ്റിംഗ് ഒന്നും വേണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എന്താണ്, നമ്മുടെ കൈയക്ഷരം മനസ്സിലാകാൻ പറ്റുന്നതായിരിക്കണം. ഇപ്പം നമ്മൾ എഴുതുകയാണ് അലീന എന്ന് എഴുതിയെന്ന് വെക്കുക. ഇതിപ്പോൾ നിങ്ങൾക്ക് അലീന ആണെന്ന് മനസ്സിലാവുന്നുണ്ടല്ലേ? പക്ഷെ അതിന് പകരം വേറെ എന്തെങ്കിലും ആണെങ്കിൽ, ഇപ്പം ഞാൻ വേറെ എന്തോ എഴുതി ഇങ്ങനെ, ഇത് പിന്നെ മിസ്സിൻ്റെ ലെറ്റേഴ്സിൽ പിന്നെ തിരിയുന്നുണ്ട്. പക്ഷേ തിരിയല്ലാത്ത പോലെയൊക്കെയാണ് എഴുതി വെക്കുന്നതെങ്കിൽ പ്രശ്നം വരും. എന്താണ്, മനസ്സിലാവില്ല എന്നൊരവസ്ഥ വരും. അതുകൊണ്ട് എന്താ, ലെറ്റേഴ്സ് നല്ലപോലെ മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾ എഴുതേണ്ടതാണ്. ഇനി അടുത്ത കാര്യം ഇംഗ്ലീഷിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ ഒരു 6 മാർക്കിൻ്റെയോ 7 മാർക്കിൻ്റെയോ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുമ്പം അതിലെ മെയിൻ പോയിന്റ്സ് മാത്രം അണ്ടർലൈൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് മാത്രമല്ല, നിങ്ങൾ എന്ത് ചെയ്യണം, ആ പാഠത്തെ പറ്റി ഒരു സമ്മറി അല്ല, ആ പാഠത്തെ പറ്റി ഒരു 3 ലൈൻസ് ഇൻ ഷോർട്ടിൽ നമ്മൾ എന്താണ് ആ പാഠം എന്നുള്ളത് നമ്മൾ മനസ്സിൽ കരുതി വെക്കുക. അപ്പം അത് ആദ്യം ബൈ ഡീഫോൾട്ട് അങ്ങ് എഴുതിയിട്ട് പാഠമായിട്ട് കണ്ടിന്യൂ ചെയ്യുക. അതുമല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പാഠത്തിൽ നിന്ന് ഒരു ഇൻസിഡൻറ്റോ അല്ലെങ്കിൽ ഒരു കോട്ടോ കാണാപ്പാഠം പഠിക്കുക. എന്നിട്ട് അത് നമ്മുടെ ഉത്തരങ്ങളിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം നിങ്ങൾക്ക് കൂടുതലായിട്ട് മാർക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ വേറൊരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ഉത്തരം തെറ്റിക്കഴിഞ്ഞാൽ നമ്മളിതാ ഇങ്ങനെ ഉത്തരം എഴുതി പോവാണേ, ഇങ്ങനെ ഉത്തരം എഴുതി പോകുന്നു. അപ്പം ഇത് തെറ്റാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഇങ്ങനെ തെറ്റിച്ച് കളയരുത്. ഇങ്ങനെ കാളമ്പോളം വെട്ടിക്കളയരുത്. പകരം എന്താണ് ചെയ്യേണ്ടത്, വളരെ മര്യാദയ്ക്ക് ഉത്തരം തെറ്റാണെങ്കിൽ ഇങ്ങനെ ഒരു വര മാത്രമേ വരയ്ക്കാവുള്ളൂ. ഇങ്ങനെ ഒരു വര മാത്രം, ചുമ്മാ ഇങ്ങനെ കുത്തി വരച്ചിടാനായിട്ട് പാടില്ല. ഇപ്പം അല്ലെങ്കിൽ നമുക്ക് പറയാം, നിങ്ങളൊരു പാരഗ്രാഫ് മൊത്തം എഴുതി, ഇത്രയും പാരഗ്രാഫ് എഴുതിയിട്ട് നിങ്ങൾ വിചാരിക്കുന്നു ആ ഉത്തരം തെറ്റാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ വെട്ടേ പാടുള്ളൂ. ഇങ്ങനെ എക്രോസ് ഒരു ഒറ്റ വെട്ട് മാത്രം വരയ്ക്കുക. ചുമ്മാ വെട്ടിക്കുത്തി ഒരുപാട് വരകൾ ഇടാതെ ഇരിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെയുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില ഉത്തരങ്ങൾ നമുക്ക് അറിയില്ലായിരിക്കും. പക്ഷേ ഒന്നും ആ ഒരു നമ്പർ പോലും എഴുതാതിരിക്കുന്നതിന് നല്ലത്, അറിയത്തില്ലാത്ത ഉത്തരമാണെങ്കിലും ആ ചോദ്യത്തിൻ്റെ നമ്പർ ആദ്യം എഴുതുക. ഇപ്പം 5ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾക്ക് അറിയില്ല, 5ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം അറിയില്ലെങ്കിലും 5 എഴുതി വെച്ചേക്കുക വെറുതെ. എന്നിട്ട് ആ ലൈൻ അങ്ങ് വിട്ടേക്കുക. അതുമല്ലെങ്കിൽ ആ 5ാമത്തെ ചോദ്യം ഏത് ചാപ്റ്ററിനെ പറ്റിയാണോ, അപ്പോൾ ഇതൊക്കെ ഡീറ്റെയിൽഡ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ 5ാമത്തെ ചോദ്യം ഏത് ചാപ്റ്ററിനെ പറ്റിയാണോ അറ്റ്ലീസ്റ്റ് എൻ്റെ സമ്മറിയിൽ പറയാമെങ്കിൽ അത് എഴുതി വെക്കുക. അല്ലെങ്കിൽ എന്തെങ്കിലും ആ ചോദിച്ചിരിക്കുന്ന ചാപ്റ്ററിനെ പറ്റി എന്തെങ്കിലും എഴുതി വെക്കുക. അപ്പം നമുക്ക് വളരെ ഒരു ഇംപ്രഷൻ കിട്ടുന്നതായിരിക്കും. എന്തെങ്കിലും എഴുതി വെക്കുക, ഒന്നും എഴുതി വെക്കാതെ ഇരിക്കരുത്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പേപ്പർ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിയിൽ നന്നായിട്ട് വരയ്ക്കുക. ഓരോ പാഠത്തിൻ്റെ ഓരോ ചോദ്യത്തിൻ്റെയും അടിയിൽ ഓരോ വരയിടുക. കാരണം നല്ല ഡിസ്റ്റിങ്ഷൻ കൊടുക്കാനായിട്ട്. പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മോസ്റ്റ് ഓഫ് ദി ടൈം നമ്മളൊരു ലെറ്റർ എഴുതുമ്പോൾ എന്താണ്, പുതിയ ഒരു പേജിൽ ലെറ്റർ എഴുതാനായിട്ട് ശ്രമിക്കുക. പഴയ പേജിൽ എഴുതരുത്, പുതിയ പേജിൽ എഴുതാനായിട്ട് ശ്രമിക്കുക. അപ്പം പകുതി ഉള്ളെങ്കിൽ അങ്ങനെ തീർക്കാൻ പാടില്ല. പകരം എന്താണ്, പുതിയ പേജിൽ ഇങ്ങനെ ഒരു പുതിയ പേജിൽ ലെറ്റർ ഇവിടെ തുടങ്ങുക. ഓക്കെ, അങ്ങനെ തുടങ്ങാനായിട്ട് ശ്രമിക്കുക. പിന്നെയുള്ള കാര്യം മിസ്സിന് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇപ്പം എന്തോ കാരണം കൊണ്ട് ഉത്തരങ്ങൾ പകുതിയായി പോവാണ്. അപ്പം നമ്മൾ ബുക്ക് എന്ന് പറയുന്നത്, നിങ്ങളുടെ ബുക്ക്ലെറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ ഇരിക്കുന്ന ബുക്ക്ലെറ്റ് ആയിരിക്കും അല്ലേ, ഇങ്ങനെ ഒരു പേപ്പർ, എന്നിട്ട് അതിനോട് അസോസിയേറ്റഡ് ആയിട്ട് ഇങ്ങനെ
അപ്പം നിങ്ങൾ എന്താണ്, നിങ്ങൾ എഴുതി ഇവിടെ എല്ലാം ഉത്തരം എഴുതി കഴിഞ്ഞു. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഇവിടെ നിങ്ങൾ ഉത്തരം എഴുതുക. അപ്പം ഈ ചോദ്യത്തിന്റെ ഉത്തരം ഇവിടെ തീർന്നില്ല, നിങ്ങൾ അപ്പുറത്തെ പേജിലേക്കാണ് ബാക്കിയുള്ള ഉത്തരം. ഇവിടെ ഈ ഉത്തരം തീർന്നില്ല എന്ന് ടീച്ചേഴ്സിനെ മനസ്സിലാക്കാനായിട്ട് എന്ത് ചെയ്യുക, PTO എന്ന് ഏറ്റവും താഴെ എഴുതുക. അതിൻ്റെ അർത്ഥം പ്ലീസ് ടേൺ ഓവർ എന്നാണ്. കാരണം അതിൻ്റെ ബാക്കി ഉത്തരം അപ്പുറത്തെ പേജിലുണ്ട് എന്ന് അതിന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സഹായിക്കുന്നതാണ്. ഓക്കെ, പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്, എല്ലാം ഒരു ഓർഡറിൽ എഴുതാനായിട്ട് ശ്രമിക്കുക. ഇപ്പം നമ്മൾ സെക്ഷൻ എ ആണ് എഴുതുന്നത് എങ്കിൽ സെക്ഷൻ എയിലെ 1, 2, 3, 4, 5 എന്നുള്ള ചോദ്യങ്ങൾ ഒരുമിച്ച് എഴുതാനായിട്ട് എപ്പോഴും ശ്രമിക്കുക. ഓക്കെ, സെക്ഷൻ എയിൽ ഇതേണ്ട ഇങ്ങനെ എഴുതുന്നു. സെക്ഷൻ എ 1ന്റെ ഉത്തരം, 2ന്റെ ഉത്തരം, 3ന്റെ ഉത്തരം, 4ന്റെ ഉത്തരം, 5ന്റെ ഉത്തരം എന്നുള്ള രീതിയിൽ എഴുതുക. അല്ലാതെ എന്ത് ചെയ്യാൻ പാടില്ല, ഇതേണ്ട ഇതുപോലെ എഴുതാൻ പാടില്ല. 2ന്റെ ഉത്തരം, 5ന്റെ ഉത്തരം, പിന്നെ 4ന്റെ ഉത്തരം, പിന്നെ 3ന്റെ ഉത്തരം, പിന്നെ അതിന് ഇടയ്ക്ക് 1ന്റെ ഉത്തരം. അങ്ങനെ എഴുതരുത്. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ തന്നെ അത് വളരെ മോശം ഒരു ഇംപ്രഷനാണ്. പിന്നെ ഓർക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമായി തോന്നുന്നതും നിങ്ങൾക്ക് ഏറ്റവും കറക്റ്റായിട്ട് നിങ്ങൾ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടുള്ള ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ ആദ്യം എഴുതാനായിട്ട് ശ്രമിക്കുക. കാരണം എന്താ, അത് നമ്മുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യും. പിന്നെ നമുക്ക് അവസാനം ബാക്കിയുള്ള ചോദ്യങ്ങളിലേക്ക് പോയാൽ മതിയല്ലോ, കുറച്ച് ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങളിലേക്ക് പോയാൽ മതിയല്ലോ. അതെല്ലാം ഓർക്കുക. പിന്നെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ, ഇംഗ്ലീഷ് നമ്മൾ എഴുതുമ്പോൾ നല്ല ലാംഗ്വേജ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പം ലാംഗ്വേജിന് ഒരു പ്രശ്നം വന്നാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങൾ എന്നും ഇരുന്ന് വൊക്കാബുലറി പഠിക്കുക. അപ്പോൾ ഇഡിയംസ് ആൻഡ് ഫ്രേസസ് പഠിക്കുക, അല്ലെങ്കിൽ പുതിയ പുതിയ വാക്കുകൾ പഠിക്കുക. എന്നിട്ട് അത് ഓരോരോ സെൻറ്റൻസിൽ വെച്ച് സംസാരിക്കാനോ എഴുതാനോ ശ്രമിക്കുക. അപ്പോൾ എന്ത് പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ലാംഗ്വേജ് നാച്ചുറലി എൻഹാൻസ് ആകുന്നു. അപ്പോൾ നിങ്ങൾ പരീക്ഷയിൽ നല്ല ലാംഗ്വേജിൽ എഴുതുമ്പോൾ എന്താണ്, ടീച്ചേഴ്സ് എക്സ്ട്രാ മാർക്ക് തരുന്നതായിരിക്കും. അപ്പോൾ അതെന്താണ് നമ്മൾ മറക്കാൻ പാടില്ല. വി ഹാവ് ടു കീപ് ദാറ്റ് ഇൻ മൈൻഡ്. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് പരീക്ഷ എഴുതുമ്പോൾ നമ്മൾ മനസ്സിൽ വിചാരിക്കേണ്ട കാര്യം. പിന്നെ എന്താണ്, നിങ്ങൾ മറക്കരുത്, നിങ്ങൾക്ക് ഒരു പാഠം അറിയാമെങ്കിൽ അതിൻ്റെ ഓത്തറിൻ്റെ പേരും എല്ലാം കൂടെ ചേർത്ത് പരീക്ഷ എഴുതുമ്പോൾ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പം നമ്മൾ കൂടുതൽ ഇൻഫർമേഷൻ കൊടുക്കുകയാണെങ്കിൽ അവർ കൂടുതലായിട്ട് നിങ്ങൾ നന്നായി വായിച്ച ആളാണെന്നൊക്കെ വിചാരിച്ച് മാർക്ക് തരുന്നതായിരിക്കും. അപ്പം ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിൽ വെക്കുക. ഓക്കെ.